ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും മനസ്സിൽ ഭയവും ബഹുമാനവും സ്നേഹമുള്ള ഒരു അധ്യാപകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നമ്മുടെ എച്ചമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ഒരുപാട് ചർച്ചകൾ വന്നിരുന്നു. ആരാണ് നമ്മൾ ഫസ്റ്റ് സംഗമം എല്ലാവർക്കും അറിയാമായിരിക്കും, MJ വെച്ച് നടത്തിയത്. അപ്പോൾ ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചത് HM-ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ പുള്ളി മരിക്കുന്നതിൻ്റെ ജസ്റ്റ് 10 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. വേറെ കാര്യത്തിൽ വിളിച്ചാണ്. അപ്പോൾ പുള്ളി ആദ്യം വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിനിടയ്ക്ക് ഞാൻ മൂപ്പരായിട്ട് വേറൊരു റിലേഷൻ വന്നു. മൂപ്പര് പേരിൽ ഞങ്ങളൊരു മാഗസിൻ ഇറക്കി, ഒരു ആദരവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് അതിൻ്റെ എഡിറ്റർ. അപ്പോൾ പുള്ളി പറഞ്ഞത്, നിങ്ങളാണ് 91 ബാച്ചാണ് ഏറ്റവും നന്നായിട്ട് സംഗമം നടത്തിയത്. പുള്ളി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുള്ളി അത് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ വളരെ സ്നേഹമായിരുന്നു. വഴിവെച്ച് പോകാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു കൗമാരകാലത്തെ കൃത്യമായിട്ട് വഴി നടത്തിയ എന്നുള്ളതാണ് HM പ്രത്യേകത. രാഷ്ട്രീയപരമായിട്ടും പേഴ്സണലായിട്ടും ഒരുപാട് വിയോജിപ്പുകളുണ്ടെങ്കിലും അച്ചടക്കത്തിൻ്റെ അധ്യാപന രൂപമായിരുന്നു പെരുമാഷ്. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് അവിടെ രാവിലെ 6:00 എൻ്റെ പുതിയൊരു ഷമീർ ബാബ എന്നൊരാളത് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിലിട്ടു, ഞാൻ കൺഫേം ആക്കി. പുള്ളി അതിൻ്റെ തലേന്ന് ഒരു പരിപാടി പങ്കെടുത്തിരുന്നു. അന്ന് രാവിലെ പുള്ളി ഡ്രസ്സ് ചെയ്ത് മീശയൊക്കെ വെട്ടി ലെവലാക്കി പിന്നെ ഇവിടെ പരിപാടി പോകാനുള്ളതിലാണ്. അപ്പോഴാണ് ഒരു നെഞ്ചുവേദന വരുന്നത്. ഉടൻ ഹോസ്പിറ്റലൈസ് ചെയ്തു. കൊടുത്തലേക്ക് മരിക്കുകയാണ്. വീട്ടിൽ തന്നെ മരിച്ചിട്ടില്ല. അപ്പോൾ അക്കാലത്ത് അധ്യാപകരൊക്കെ ഒരു മുഷിഞ്ഞ തുണിയും ഒരു ഷർട്ടും ഉള്ള സമയത്ത് അലക്കി തേച്ച ഒരു ഗാംഭീര്യമുള്ള ഒരു മനുഷ്യരായിരുന്നു. ആ MJ-ന്റെ വരാന്തയിൽ HM നിൽക്കുകയാണെങ്കിൽ അവിടെ ഇംഗ്ലീഷ് പറയും പിൻ ഡ്രോപ്പ് സൈലൻസ് പറയും. അത്രയ്ക്ക് അച്ചടക്കമായിരുന്നു. 2 വികാരങ്ങളാണ് HM ഉണ്ടായ കുട്ടികളുണ്ടാക്കുക. ഒന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അനങ്ങാൻ കഴിയില്ല. രണ്ടാമത്തെ വേഗം വിടും. 1 അവർ നേരത്തെ വിടും. പുള്ളിയുടെ മിക്ക ദിവസം വിടും. ആ നേരത്തെ വേറൊരു മാഷ് ഉണ്ടായിരുന്നു. പുള്ളി ഒരു ദിവസം വിട്ട സമയത്ത് എഡ്യൂക്കേഷൻ ഓഫീസർ വിസിറ്റ് ചെയ്തു. ശർമാശാന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതിനുശേഷം പുള്ളി വിട്ടൂല. HM ചെറിയ മയഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അവർ നേരത്തെ വിടും. ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു ആദരവ് തരികയാണെങ്കിൽ എൻ്റെ മരണത്തിന് മുമ്പായിരിക്കണം. പുള്ളി ഒരുപാട് തവണ പലരോടും പറഞ്ഞു. ആ ഒരു സംഗതി നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ട് ഏതായാലും നമ്മുടെ 91 ബാച്ചിനെ പറ്റി വളരെ നല്ല മനുഷ്യർ അഭിപ്രായമായിരുന്നു HM-നുള്ളത്. എപ്പോഴും കാണുമ്പോൾ പറയാം നമ്മുടെ കലക്ടർ ജാഫറിനെ പറ്റിയും എല്ലാവരെ പറ്റിയും. മോനെ എന്നുള്ള വിളിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, MJ വിട്ടതിന് ശേഷമാണ് പുതിയമാശനോട് സ്നേഹത്തോട് പെരുമാറിയത്. നിർഭാഗ്യവശാൽ ഞാൻ 9ാം ക്ലാസ്സിലും കണ്ട് ക്ലാസ് ലീഡറായിരുന്നു. അപ്പോൾ എപ്പോൾ പുള്ളി വരാതെ കൊണ്ട് പോകണമെങ്കിൽ എനിക്ക് 2 അടി കിട്ടും. കുട്ടികൾ അലമ്പുണ്ടാക്കിയ നമ്മുടെ PP ഹാഫിസൊക്കെ ആയിരുന്നു എൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ആദരവർപ്പിക്കാം. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇതിൽ വേറൊറ്റ കാര്യം പേഴ്സണലായിട്ട് ആരും എടുക്കരുത്. നമ്മൾ ആസ് എ കമ്മിറ്റി എന്ന രീതിയിൽ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണം. എല്ലാ ഇടപെടലുകളിലും അതൊരു ജീവോ മെഹറവി എന്നുള്ളതല്ല, ആരാണെങ്കിലും കുറെ കൂടി നമ്മൾ ജാഗരൂകരാകുക. നമ്മൾ ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ റെസ്പോൺസ് ചെയ്യുക. അതെവിടെയാണെങ്കിലും പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട്. കാരണം ഞങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. ഞങ്ങൾ മീൻസ് ഈ കമ്മിറ്റിയിൽ എല്ലാവരും ഇതിൽ നേതൃത്വത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ ഗെയിൻ ചെയ്യുന്നത്. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പ്രതീക്ഷയ്ക്കൊന്നും ഉയർന്നിട്ടില്ലെങ്കിലും ഒരു മിനിമം റെസ്പോൺസ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും. അത് ബന്ധപ്പെട്ട ഭാരവാഹികൾ കണക്കിലെടുക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി HM-ന്റെ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.